അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വാഴ 2 കാണാൻ പോക്കാണ്. ഈ പച്ച പീനും ഈ സിമ്പിളും കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. അത് നമ്മളെ റിയൽ OG വാഴാജി ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാൻ എപ്പോഴും ടാക്സിസ് പോകുമ്പം ഈ ബാഗ് എടുക്കും, വേറൊന്നല്ല, ഇതിൽ ഞാൻ പപ്സും ചിപ്സും മേടിച്ചിട്ട് ഇതിലൊന്ന് വെക്കും. വെറുതെ ഇതിൻ്റെ കരിഞ്ചാത്തൊക്കെ സാധനം മേടിക്കുന്നത്. ഇത് നമ്മളെ മച്ചാൻ പടക്കുതിരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ഫുഡ് സ്കിപ്പാക്കിയോണ്ട് തന്നെ നമുക്ക് നേരെ പേരകണ് പോവാം. ആടെ ഒരു മാജിക് ഉണ്ട്, അത് കഴിച്ചിട്ട് വരാം. ഒന്നും നോക്കണ്ട ബ്രോ, 20-30 ചവിട്ടി വിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ചരിത്രപ്രസിദ്ധമായ വിശ്വപ്രഖ്യാതമായ പാരഗൺ ഹോട്ടൽ. അപ്പോൾ ഈ കാണുന്നതാണ് ടോക്കൺ എടുത്തിട്ട് ഫുഡ് കഴിക്കേണ്ടത്. നല്ല പ്രൈവസി ആയിട്ട് കഴിക്കുക. നമുക്ക് അത്ര പ്രൈവസി വേണ്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവനെന്നാ ഉത്സവപ്പറമ്പ് കാണിച്ചു തന്നെ വിചാരിക്കണ്ട. പാരഗൺ ഉച്ചക്ക് സ്ഥിരം കാഴ്ചയാണ്. ഇതാ നമ്മളുടെ ഒരു കസേരൻ്റെ ബാക്കിൽ നിന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ള എന്തായാലും ഫുഡ് കിട്ടും. ഫോൺ എടുത്തപ്പോൾ തന്നെ നല്ല കിടിലം കാഴ്ച. വാഴ 2 പോസിറ്റീവ്. അപ്പോൾ ഒന്നും നോക്കണ്ട, പൊളിച്ചക്ക. ഞാൻ നേരത്തെ പറഞ്ഞ മാജിക് ഇതാണ്. 37 ഉറുപ്പ്യക്ക് 2 കറി, 2 വറവ്, ഒരു പപ്പടം, ചോറ്, രസം. വേറൊരു ഹോട്ടലും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഒരു കഷ്ണം മീൻ എല്ലാ ചോറിലും ഉണ്ടാവും. വേറെന്താ വേണ്ടേ? വയറ് നിറച്ച് ചോറും കഴിച്ചിട്ട് വെയിലത്തിങ്ങനെ കൊരിയാൻ നിൽക്കുന്നത് ആഹാ അന്തസ്. ഈ കാണുന്ന തിരക്ക് വേറൊന്നല്ല, വാഴ 2 എഫക്റ്റാണ്. ആ കാണുന്നതാണ് കൈരളി ശ്രീ തിയേറ്റർ. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് കഴിയുന്ന വണ്ടീൻ്റെ തിരക്കാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തി ഗോയ്സ് കൈരളി ശ്രീ തിയേറ്ററിൽ. തിയേറ്ററിൻ്റെ പുറത്തെത്തിയപാട് നമ്മൾ കേട്ട സൗണ്ട് എന്ന് പറയുന്നത് ഒരു പൂരപ്പറമ്പ് വൈബാ. പടം കൊളുത്തിയോ എന്നൊരു ഡൗട്ട്. വരുന്നവരിലൊരു പോസിറ്റീവ് വൈബാന്ന് തോന്നുന്നു. എന്തായാലും നോക്കി നോക്കാം. അപ്പം നേരെ പടം കണ്ടിട്ട് വരാം. എൻ്റെ മുത്തേ സീന് സാധനം ഒന്നും പറയാനില്ല. ഇമോഷനിലടിച്ച് പണ്ടാരടങ്ങി വന്നതെന്ന് ഞാനിത് ഒന്നും നോക്കാനില്ല. കണ്ണും പൂട്ടി എടുക്കുക. രണ്ടാക്കും നല്ലോണം കണക്ട് ആയിന്. അപ്പം നെക്സ്റ്റ് ടൈം പാക്കലാ.